മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ ഫൗണ്ടറി എന്ന് പറഞ്ഞ സെക്ഷനാണിത്. ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ മോൾഡിങ്ങും കാസ്റ്റിങ്ങും ചെയ്യുന്ന ആ ഏരിയയ്ക്കാണ് ഫൗണ്ടറി എന്ന് പറയുന്നത്. ഫൗണ്ടറി ചെയ്യുന്നത് പാറ്റേൺ മേക്കിംഗ്, മോൾഡിങ്, മെൽറ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ്, ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ക്ലീനിങ്, ഇത്രയാണ് ഫൗണ്ടറി ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യമേ ചെയ്യുന്നത് ഫൗണ്ടറിയിൽ പാറ്റേൺ മേക്കിംഗ് ആണ്. പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ പലതരം മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. വുഡ്, തെർമോക്കോള്, വാക്സ്, മെറ്റൽ, പ്ലാസ്റ്റിക്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വുഡാണ്. വുഡ് ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള എളുപ്പം, ഫിനിഷിങ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ വുഡ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പല ടൈപ്പ് പാറ്റേണുകളുണ്ട്. സിംഗിൾ പീസ് പാറ്റേൺ, സ്റ്റെപ്പ് പാറ്റേൺ, സ്പ്ലിറ്റ് പാറ്റേൺ, പൈപ്പ് പാറ്റേൺ. പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ പലതരം അലവൻസുകൾ ഇടാറുണ്ട്. ഡ്രാഫ്റ്റ് അലവൻസ്, മെഷീൻ അലവൻസ്, ഷെയ്ക്ക് അലവൻസ്, ഷ്രിങ്കേജ് അലവൻസ്, ഡിസ്റ്റോർഷൻ അലവൻസ്. പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ പാറ്റേണിൻ്റെ കോർണറുകളിൽ ചെറിയൊരു ടേപ്പർ കൊടുത്തിട്ടുണ്ടാവും. ഈ ടേപ്പറിനാണ് ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് നമ്മൾ പറയുന്നത്. പാറ്റേൺ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ, ഈ സ്മൂത്തായിട്ട് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് അലവൻസ് കൊടുക്കുന്നത്. മെഷീൻ അലവൻസ് കൊടുക്കുന്നത് ഇതിൻ്റെ കോർണറുകളും സൈഡുകളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷ്രിങ്കേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോൾഡ് മെറ്റൽ ഒഴിച്ച് കഴിയുമ്പോൾ സോൾഫൈ ആയി കഴിയുമ്പം അതിൻ്റെ കുറവ് വരുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഷ്രിങ്കേജ് അലവൻസ് കൊടുക്കുന്നത്. ഷെയ്ക്ക് അലവൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പാറ്റേൺ ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ വരുന്ന ഷെയ്ക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെയ്ക്ക് അലവൻസ് കൊടുക്കുന്നത്. നമ്മളിവിടെ മോൾഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പല ടൈപ്പ് മോൾഡിംഗ് ഉണ്ട്. ബെഞ്ച് മോൾഡിങ്, പിറ്റ് മോൾഡിങ്, ഫ്ലോർ മോൾഡിങ്, മെഷീൻ മോൾഡിങ്. ടേബിളിൽ വെച്ച് ചെയ്യുന്ന മോൾഡിങ്ങിനാണ് ബെഞ്ച് മോൾഡിംഗ് എന്ന് പറയുന്നത്. സ്മോളായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഞ്ച് മോൾഡിങ് യൂസ് ചെയ്യുന്നത്. പിറ്റ് മോൾഡിങ്ങും ഫ്ലോർ മോൾഡിങ്ങും ഹെവി ആയിട്ടുള്ളതും ലാർജ് സൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെഷീൻ മോൾഡിങ് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ബെഞ്ച് മോൾഡിംഗ് ആണ്. ബെഞ്ച് മോൾഡിങ് ചെയ്യുമ്പോഴുള്ള ടൂൾസാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പേര് മോൾഡിംഗ് ബോർഡ്. ലെവലായിട്ടുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മോൾഡിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് മോൾഡിംഗ് ബോക്സ്. ദർ ആർ 2 പോർഷൻ, ബോട്ടം ആൻഡ് ടോപ്പ്. ടോപ്പിന് കോപ്പ് എന്ന് പറയും, COP കോപ്പ്. ബോട്ടത്തിന് ഡ്രാഗ്, DRAG ഡ്രാഗ്. ഇതിൻ്റെ പേര് വുഡൻ റാമർ. മോൾഡിംഗ് സാൻഡ് റാം ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡൻ റാമർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് സ്റ്റീൽ റാമർ. കോർണറുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ റാമർ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് സ്ട്രെയിറ്റ് എഡ്ജ് ഓർ സ്ട്രൈക്കോ ബാർ. സർഫസ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിക്കുന്നത്. ഇത് ട്രവൽസ്. ഷേപ്പ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്രവൽ യൂസ് ചെയ്യുന്നത്. ഇത് റണ്ണറും റൈസറും. വണ്ണം കൂടിയ റണ്ണർ, വണ്ണം കുറഞ്ഞ റൈസർ. റണ്ണറിലൂടെയാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നത്. റൈസറിലൂടെ ലിഫ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് കാസ്റ്റിംഗ് ഫില്ലായി എന്നുള്ളത് അറിയുന്നത്. അല്ലാതെ നമുക്ക് കാസ്റ്റിംഗ് കാണാൻ പറ്റില്ല. റണ്ണറിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന മോൾട്ടൺ മെറ്റൽ റൈസറിലൂടെ ലിഫ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് കാസ്റ്റിംഗ് ഫില്ലായി എന്നുള്ളത് അറിയുന്നത്. വണ്ണം കൂടിയ റണ്ണർ, വണ്ണം കുറഞ്ഞ റൈസർ. ഇതിൻ്റെ പേര് വെൻറ്റ് റോഡ് ഓർ വെൻറ്റ് വയർ. വെൻറ്റ് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് വെൻറ്റ് റോഡ് ഉപയോഗിക്കുന്നത്. മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റീമും ഗ്യാസും പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് വെൻറ്റ് ഹോൾസ് ഇടുന്നത്. വെൻറ്റ് ഹോൾസ് ഇട്ടില്ലെങ്കിൽ ഈ ഹീറ്റ് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് മോൾഡിൽ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെൻറ്റ് ഹോൾസ് ഇടുന്നത്. ഇതിൻ്റെ പേര് ഡ്രോ സ്പൈക്ക്. പാറ്റേൺ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോ സ്പൈക്ക് ഉപയോഗിക്കുന്നത്. ഇത് പാർട്ടിംഗ് സാൻഡ്. ഡ്രാഗും കോപ്പും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടിംഗ് സാൻഡ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലേ ബോക്സിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബോക്സിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുന്നത് നമ്മൾ മോൾഡിംഗ് സാൻഡ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലേ തേച്ച് കൊടുക്കുന്നത്. അതാണ് മോൾഡിംഗ് സാൻഡ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മോൾഡിംഗ് സാൻഡിന് ഗ്രീൻ സാൻഡ് എന്നാണ് പറയുന്നത്. ഗ്രീൻ സാൻഡ് ഉപയോഗിച്ചിട്ടുള്ള മോൾഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ഗ്രീൻ സാൻഡ് മോൾഡാണ് ചെയ്യുന്നത്. ഗ്രീൻ സാൻഡ് മോൾഡ് എടുക്കുന്നത് നമ്മൾ റെഡിൽ ഉപയോഗിച്ച് അരിച്ചെടുത്ത് നൈസായിട്ടുള്ള പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത്. ആ പൊടി അരിച്ചെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. മോൾഡിംഗ് സാൻഡ് നനവനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇതിന് വെള്ളം ഒഴിച്ചിട്ട് കൈക്ക് നല്ലതായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം.
ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഇവിടെ ഒരേപോലെ മിക്സിങ് ആവണം. തിരുമ്മി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് മോൾഡ് ചെയ്യുന്നത്. നമ്മൾ മോൾഡ് ചെയ്യുമ്പം ആദ്യം ഡ്രായിലാണ് ചെയ്യുന്നത്. ഡ്രായിൽ ചെയ്യുമ്പം ആദ്യമേ ഡ്രായിൻ്റെ ഉള്ളിൽ ക്ലേ തേച്ച് കൊടുക്കണം. ലൈറ്റായിട്ട് തേച്ച് കൊടുത്താൽ മതി. ഇത് ക്ലേ തേച്ച് കൊടുക്കുന്നത് മോൾഡ് ഡിസൈൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ക്ലേ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് എടുത്ത് വയ്ക്കണം. മോൾഡിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത് ലെവലായിട്ടുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോൾഡിംഗ് ബോർഡ് വയ്ക്കുന്നത്. മോൾഡിംഗ് ബോർഡ് വെച്ചതിന് ശേഷം ഡ്രാഗ് എടുത്ത് വയ്ക്കണം. ഡ്രാഗ് വയ്ക്കുമ്പം ഡ്രാഗ് മറിച്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. മറിച്ച് വയ്ക്കാനുള്ള കാരണം നമ്മൾ ഏത് സിംഗിൾ പീസ് പാറ്റേൺ വെച്ചാലും സ്റ്റെപ്പുള്ള പാറ്റേൺ വെച്ചാലും ഏത് പാറ്റേൺ വെച്ചാലും അതിൻ്റെ ടോപ്പ് ലെവലും ഡ്രാഗിൻ്റെ ഈ ടോപ്പ് ലെവലും പാരലായിരിക്കണം. അത് കാരണമാണ് ഡ്രാഗ് മറിച്ച് വയ്ക്കാനുള്ള ഒരു കാരണം. പിന്നെ കോപ്പ് ഫിക്സ് ചെയ്യുമ്പം കറക്റ്റ് സൂട്ടാവണമെങ്കിൽ ഈ സർഫസ് ലെവലായിട്ട് നമുക്ക് കിട്ടണം. ആ 2 റീസൺ കാരണമാണ് നമ്മൾ ഡ്രാഗ് മറിച്ച് വയ്ക്കാനുള്ള കാരണം. എന്നിട്ട് ഡ്രാഗ് മറിച്ച് വയ്ക്കുക. നമ്മൾ സ്റ്റെപ്പ് പാറ്റേൺ ഉപയോഗിച്ചിട്ടുള്ള മോൾഡാണ് ഇവിടെ ചെയ്യുന്നത്. പാറ്റേൺ എടുക്കും. പാറ്റേൺ വയ്ക്കുമ്പം ഡ്രാഫ്റ്റ് അലവൻസ് നോക്കിയിട്ട് വേണം വയ്ക്കാൻ. നമ്മൾ ഡ്രാഗ് മറിച്ച് വെച്ച കാരണം പാറ്റേണും ഡ്രാഫ്റ്റ് അലവൻസ് നോക്കിയിട്ട് പാറ്റേണും മറിച്ച് വയ്ക്കുക. പാറ്റേൺ വയ്ക്കുമ്പം ഈ ബോക്സിൻ്റെ ഈ സൈഡ് ചേർത്ത് വയ്ക്കരുതെന്ന് പറയാൻ കാരണം കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സൈഡ് ചേർത്ത് വയ്ക്കാത്തത്. ഇതിൻ്റെ ഏകദേശം സെൻറ്ററിലും ഇവിടെ ഒരു ഗേറ്റ് കെട്ടിയാണ്ട്, അതുകൊണ്ട് പാറ്റേൺ കുറച്ച് മാറ്റിയും വയ്ക്കണം. നമ്മൾ പാറ്റേൺ വെച്ചതിന് ശേഷം കൈ ഒരു കൈ പാറ്റേണിൽ പിടിക്കണം. അതിന് ശേഷം മോൾഡ് ഡിസൈൻ വാരിയിടണം. ഈ കൈ ഇങ്ങനെ പിടിക്കുന്നത് പാറ്റേൺ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ തവണ വാരിയിടുമ്പം പാറ്റേണിൻ്റെ ലെവലിൽ മോൾഡ് ഡിസൈൻ വാരിയിടണം. ശേഷം വുഡൻ റാമർ പാറ്റേണിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് വേണം വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്യാൻ. ഈ പാറ്റേണിൽ കൈ പിടിക്കുന്നത് പാറ്റേൺ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം സ്റ്റീൽ റാമർ കൊണ്ട് ഈ ബോക്സിൻ്റെ കോർണറുകൾ ഫില്ല് ചെയ്യണം. കോർണർ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പാറ്റേണിൻ്റെ കോർണറുകളും മോൾഡ് ഡിസൈൻ വാരിയിടുമ്പോൾ കുറച്ച് കൂടുതൽ വാരിയിടണം. കൂടുതൽ വാരിയിടും വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്യുമ്പം ബോക്സിൻ്റെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട്. ബോക്സിൻ്റെ ലെവലായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റീൽ റാമറിന് ഇടിക്കരുത്. ഇനി ഇത് ലെവൽ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഫിറ്റോട് സപ്പോർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫിനിഷ് ചെയ്ത്
നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ബോക്സിൻ്റെ കോർണറിൽ പിടിച്ചിട്ട് പൊക്കിച്ചു. ബോർഡ് ക്ലീൻ ചെയ്ത് ബോർഡ് എടുത്ത് വെച്ചിട്ട് ഡ്രാഗ് പാറ്റയും മോളി വരത്തക്ക രീതിയിൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം പാർട്ടീസാൻ ഇടുക. പാർട്ടിസാൻ ഇടുമ്പോൾ പാറ്റേൻ്റെ മുകളിൽ പാർട്ടിസാൻ ഇടണ്ട. ഈ സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കോപ്പിൽ ക്ലേ വെച്ചെടുക്കുക. ക്ലേ തേച്ചതിന് ശേഷം കോപ്പിലൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ ഡ്രായിങ്ങിലും ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവും. ഒരേപോലെ മാർക്കിംഗ് ഉള്ള സൈഡ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യണം. ബോക്സ് ഓരോ തവണ ഫിക്സ് ചെയ്യുമ്പം ആ സൈഡ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അലൈൻമെൻറ്റ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ മാർക്കിംഗ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യുന്നത്. കോപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണർ റൈസറും വയ്ക്കണം. റൈസർ എപ്പോഴും പാറ്റേൻ്റെ സെൻറ്ററിലാണ് വയ്ക്കേണ്ടത്. റണ്ണർ പാറ്റേൻ്റെയും ബോക്സിൻ്റെയും കൂടെ സെൻറ്ററിൽ. റണ്ണറിലൂടെ ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റൽ ഒരു ഗേറ്റ് വഴിയാണ് മുകളിലേക്ക് ചാടുന്നത്. ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യില്ല. റണ്ണറിലൂടെ ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റൽ ഒരു ഗേറ്റ് വഴിയാണ് മുകളിലേക്ക് ചാടുന്നത്. കാസ്റ്റിംഗ് ഫില്ലായി കഴിയുമ്പോൾ റൈസറിലൂടെ ലിഫ്റ്റ് ചെയ്ത് വരും. റണ്ണറേലും റൈസറേലും ഒരു കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മുള്ളി സാൻഡ് വാരി വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഈ കോർണറുകൾ സ്റ്റീൽ റാമർ കൊണ്ട് ഫില്ല് ചെയ്യും. അതിനുശേഷം റണ്ണർ റൈസറും പെർപെൻഡിക്കുലറായിട്ട് ഉറപ്പിക്കുക. ഡ്രൈ ചെയ്ത പോലെ തന്നെ കോപ്പിലും വാരിയിടുമ്പം കുറച്ച് അവസാനം വാരിയിടുമ്പോൾ കുറച്ച് കൂടുതൽ വാരിയിടണം. അതിനുശേഷം വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്യുക. വുഡൻ റാമർ കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് എഡ്ജ് ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കുക. സ്ട്രൈറ്റ് എഡ്ജ് കൊണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ട്രവൽ കൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കും. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വെൻറ്റ് റോഡ് കൊണ്ട് വെൻറ്റ് ഹോൾസ് ഇടണം. ബോക്സിൻ്റെ 3/4 താഴണം. ഈ റൈസർ ഇരിക്കുന്ന ഈ സൈഡിൽ എയർ ഹോൾ ഇടാൻ പാടില്ല.
ഈ സൈഡിലാണ് പാറ്റേൺ ഇരിക്കുന്നത്. പാറ്റേണിൻ്റെ എഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. നമ്മൾ എയർ ഹോൾ ഇടുമ്പോൾ പാറ്റേണിൻ്റെ എഡ്ജ് ചേർന്നാൽ പോകണമെങ്കിൽ മോൾഡിൽ അങ്ങനെ ഒരു കട്ടിങ് വരും. അതുകൊണ്ടാണ് ഈ സൈഡിൽ എയർ ഹോൾ ഇടാൻ റൈസറിൻ്റെ സൈഡിൽ എയർ ഹോൾ ഇടരുതെന്ന് പറയുന്നത്. അതിന് പകരം റൈസറിൻ്റെ ചുറ്റും കുറച്ച് എയർ ഹോൾ കൂടുതലിടണം. അത് പാറ്റേണിൽ ടച്ച് ചെയ്യരുത്. നമ്മൾ ഈ എയർ ഹോൾ ഇട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റീമിങ് ഗ്യാസും പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് വെൻറ്റ് റോഡ് ഉപയോഗിച്ച് എയർ ഹോൾ ഇട്ടത്. നമ്മൾ സ്റ്റീൽ റാമർ ഉപയോഗിച്ച് ഈ റണ്ണറിൽ ഒരു അടി കൊടുക്കണം. ഒന്ന് അടിച്ച് മാർക്ക് ചെയ്തത്. നമ്മൾ ഒരു ഗേറ്റ് കട്ട് ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഡ്രാഗിൽ റണ്ണർ ഇടുന്ന പൊസിഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗേറ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രാഗിൽ റണ്ണർ ഇടുന്ന പൊസിഷനിൽ ഒരു മാർക്കിംഗ് വരാൻ വേണ്ടിയിട്ടാണ് റണ്ണർ സ്റ്റീൽ റാമർ ഉപയോഗിച്ച് നമ്മൾ അടിച്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം റണ്ണറും റൈസറും റൊട്ടേറ്റ് ചെയ്ത് ഊരിയെടുക്കും. റണ്ണറിലൂടെ ഒരല്പം പാർട്ടിസാൻഡ് ഇടുക. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആ അടിച്ച് മാർക്ക് ചെയ്തപ്പം കറക്റ്റായിട്ട് മാർക്കിംഗ് വീണില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് ഇച്ചിരി ചെളിയാക്കും. ഇങ്ങനെ ചെളിയാക്കിയിട്ട് ക്ലേ ഇവിടെ തൂത്ത് കൊടുക്കണം. ഈ ചെളിയാക്കിയ ചെളി ഇവിടെ ഒട്ടിച്ചു. ഇതിനെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു കട്ടിങ്ങും വെർട്ടിക്കലായിട്ടുള്ള ഒരു കട്ടിങ്ങും. ഇതിങ്ങനെ ചെളി കൊണ്ട് മാർക്ക് ചെയ്യുന്നത് നമ്മൾ കോപ്പ് സെപ്പറേറ്റ് ചെയ്ത് പാറ്റേൺ ലിഫ്റ്റ് ചെയ്തെടുത്ത് ഗേറ്റും ഫണലും കട്ട് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം കോപ്പ് തിരിച്ചെടുത്ത് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ പിന്നുകൾ ഏതെങ്കിലും ലൂസായി പോവോ ഒടിഞ്ഞു പോവുകയോ ചെയ്താലും കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെളി കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ചെളി കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോപ്പ് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. കോപ്പ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ സ്പൈക്ക് ഉപയോഗിച്ചിട്ട് പാറ്റേൺ ലിഫ്റ്റ് ചെയ്തെടുക്കണം. ഇതാണ് മോൾഡ്. സ്റ്റെപ്പ് പാറ്റേൺ ഉപയോഗിച്ച് ചെയ്ത മോൾഡാണിത്. ഇനി നമ്മൾ മോൾട്ടൺ മെറ്റൽ പോകാൻ വേണ്ടിയിട്ട് റണ്ണർ വന്ന് ചാടുന്നിടത്ത് നമ്മളൊരു ഗേറ്റ് കട്ട് ചെയ്യാൻ പോവാണ്. ഈ റണ്ണർ ഇരുന്ന പൊസിഷനിലേക്കാണ് നമ്മൾ ഗേറ്റ് കട്ട് ചെയ്യുന്നത്. ഈ ഗേറ്റ് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ സ്ലോപ്പ് എപ്പോഴും റണ്ണറിലോട്ടായിരിക്കും. ഇവിടെ ഒരു സെമി സർക്കിളായിരിക്കും, ഇതൊരു ടേപ്പർ ആംഗിളായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം റണ്ണർ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. ഗേറ്റ് കട്ട് കഴിഞ്ഞാൽ റണ്ണർ ഇടുന്ന പൊസിഷനിൽ ഫണൽ കട്ട് ചെയ്യണം. ഫണൽ കട്ട് ചെയ്യുന്നത് ഒഴിക്കാൻ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫണൽ കട്ട് ചെയ്യുന്നത്. ഫണൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഫണൽ കട്ട് ചെയ്ത് റണ്ണറിലൂടെ ഒഴിക്കാൻ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കാൻ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഫണൽ കട്ട് ചെയ്തത്. റണ്ണറിലൂടെ ഒഴിക്കുന്ന മോൾട്ടൺ മെറ്റൽ ഒരു ഗേറ്റ് വഴിയാണ് മുകളിലേക്ക് ചാടുന്നത്.
നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യില്ല. ഡയറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്താൽ കുത്തിച്ചാടിയിട്ട് ഈ മോൾഡിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. കാസ്റ്റിങ്ങിൻ്റെ കൂടെ ആ മോൾഡിംഗ് സാൻഡ് മിക്സായിട്ട് കാസ്റ്റിങ്ങിന് ബലമില്ലാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ റണ്ണർ ഇവിടെ വെച്ച് റൈസർ ഇവിടെ വെച്ച് ചെയ്യാനുള്ള കാരണം. റണ്ണറിലൂടെ ഒഴിക്കുന്ന മോൾട്ടൻ മെറ്റൽ ഒരു ഗേറ്റ് വഴിയാണ് മുകളിലേക്ക് ചാടുന്നത്. ഈ ഗേറ്റിൻ്റെ സ്ലോപ്പ് റണ്ണറിലോട്ടാണ്. മെല്ലെ ഒഴുകി ചാടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോപ്പ് റണ്ണറിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സെമി സർക്കിളാണ്, അതും മെല്ലെ ഒഴുകി ചാടാൻ വേണ്ടിയിട്ടാണ് ആ സെമി സർക്കിളും കൊടുക്കുന്നത്. ഇതൊരു ടേപ്പർ ആംഗിളാണ്. നമ്മൾ സ്ലോപ്പ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന കാരണം ചെറിയൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പർ ആംഗിൾ കൊടുത്തിരിക്കുന്നത്. റണ്ണറിലൂടെ ഒഴിക്കുന്ന മോൾട്ടൻ മെറ്റൽ ഗേറ്റ് വഴി മുകളിലേക്ക് ചാടി കാസ്റ്റിംഗ് ഫില്ലായി കഴിയുമ്പോൾ റൈസറിലൂടെ ലിഫ്റ്റ് ചെയ്ത് വരും. അപ്പോഴാണ് നമുക്ക് കാസ്റ്റിംഗ് ഫില്ലായി എന്നുള്ളത് അറിയാൻ പറ്റുന്നത്. നമ്മൾ ഗേറ്റും ഫണലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോൾഡ് ശരിക്കും ഡ്രൈ ആയതിന് ശേഷമാണ് തിരിച്ചെടുത്ത് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഈ മാർക്കിംഗ് നോക്കിയിട്ടായിരിക്കും എടുത്തു വയ്ക്കുന്നത്. നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ മാർക്കിംഗ് നോക്കിയിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. ആ പൊസിഷൻ ഒരിക്കലും വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മോൾട്ടൻ മെറ്റൽ ഈ റണ്ണറിൻ്റെ ഈ ഫണലിൽ കൂടെ ഒഴിച്ച് റണ്ണറിലൂടെ പോയി ഗേറ്റ് വഴി മുകളിൽ ചാടി കാസ്റ്റിംഗ് ഫില്ലായി കഴിയുമ്പോൾ റൈസറിലൂടെ ലിഫ്റ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്.